ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ഈ അധ്യായത്തിൽ മൊത്തം 31 വാക്യങ്ങളുണ്ട്. അവിശ്വസ്തനായ കാര്യസ്ഥനെ കുറിച്ചും ധനവാനെയും ലാസറിനെ പറ്റിയുമുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, യേശു ആരോടാണ് അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമ പറഞ്ഞത്? ശിഷ്യരോട്. രണ്ടാമത്തെ ചോദ്യം, യേശു പറഞ്ഞ ഉപമയിലെ അവിശ്വസ്തനായ കാര്യസ്ഥൻ ആരുടെ കാര്യസ്ഥനായിരുന്നു? ധനവാന്റെ. മൂന്നാമത്തെ ചോദ്യം, യേശു പറഞ്ഞ ഉപമയിലെ അവിശ്വസ്തനായ കാര്യസ്ഥൻ എന്തു ചെയ്യുന്നു എന്നാണ് യജമാനന് പരാതി ലഭിച്ചത്? സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു എന്ന്. നാലാമത്തെ ചോദ്യം, അവിശ്വസ്തനായ കാര്യസ്ഥനോട് എന്തിൻ്റെ കണക്ക് ബോധിപ്പിക്കാനാണ് യജമാനൻ പറഞ്ഞത്? അവൻ്റെ കാര്യസ്ഥതയുടെ കണക്ക്. അഞ്ചാമത്തെ ചോദ്യം, അവിശ്വസ്തനായ കാര്യസ്ഥനോട് മേലിൽ നീ ആരായിരിക്കാൻ പാടില്ല എന്നാണ് യജമാനൻ പറഞ്ഞത്? കാര്യസ്ഥൻ. ആറാമത്തെ ചോദ്യം, യജമാനൻ എന്ത് എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാനിനി എന്തു ചെയ്യുമെന്നാണ് അവിശ്വസ്തനായ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തത്? കാര്യസ്ഥത. ഏഴാമത്തെ ചോദ്യം, എന്തു ചെയ്യാൻ എനിക്ക് ശക്തിയില്ല എന്നാണ് അവിശ്വസ്തനായ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തത്? കിളയ്ക്കാൻ. എട്ടാമത്തെ ചോദ്യം, എന്തു ചെയ്യാൻ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് അവിശ്വസ്തനായ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തത്? ഭിക്ഷ യാചിക്കാൻ. ഒമ്പതാമത്തെ ചോദ്യം, കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ എന്നെ എവിടേക്ക് സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാമെന്നാണ് അവിശ്വസ്തനായ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തത്? തങ്ങളുടെ വീടുകളിലേക്ക്. പത്താമത്തെ ചോദ്യം, 16:5 വാക്യമനുസരിച്ച് കാര്യസ്ഥൻ ആരെയാണ് വിളിച്ചത്? യജമാനിൽ നിന്ന് കടം വാങ്ങിയവരെ. 11-ാമത്തെ ചോദ്യം, ഒന്നാമൻ യജമാനന് എത്രയാണ് കടം കൊടുക്കാനുള്ളത്? 100 ബത്ത് എണ്ണ. 12-ാമത്തെ ചോദ്യം, നിന്റെ പ്രമാണത്തിൽ എത്രയെന്ന് തിരുത്തി എഴുതുക എന്നാണ് കാര്യസ്ഥൻ ഒന്നാമനോട് പറഞ്ഞത്? 50 ബത്ത്. 13-ാമത്തെ ചോദ്യം, മറ്റൊരുവൻ യജമാനനോട് എത്ര കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? 100 കോർ ഗോതമ്പ്. 14-ാമത്തെ ചോദ്യം, നിന്റെ പ്രമാണത്തിൽ എത്രയെന്ന് തിരുത്തി എഴുതുക എന്നാണ് കാര്യസ്ഥൻ മറ്റൊരുവനോട് പറഞ്ഞത്? 80 കോർ. 15-ാമത്തെ ചോദ്യം, നീതിരഹിതനായ കാര്യസ്ഥൻ എങ്ങനെ പ്രവർത്തിച്ചതിനാലാണ് യജമാനൻ പ്രശംസിച്ചത്? കൗശലപൂർവം. 16-ാമത്തെ ചോദ്യം, ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ആരേക്കാൾ ബുദ്ധിശാലികളാണ്? വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ. 17-ാമത്തെ ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്? അധാർമിക സമ്പത്തുകൊണ്ട്. 18-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ ഡാഷ് സ്വീകരിക്കും? നിത്യ കൂടാരങ്ങളിൽ. 19-ാമത്തെ ചോദ്യം, ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ എന്തിലും വിശ്വസ്തൻ ആയിരിക്കും, വലിയ കാര്യത്തിലും? 20-ാമത്തെ ചോദ്യം, ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ എന്തിലും അവിശ്വസ്തൻ ആയിരിക്കും, വലിയ കാര്യത്തിലും? 21-ാമത്തെ ചോദ്യം, അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ എന്ത് ആര് നിങ്ങളെ ഏൽപ്പിക്കും? യഥാർത്ഥ ധനം. 22-ാമത്തെ ചോദ്യം, മറ്റൊരുവൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ എന്ത് ആര് നിങ്ങൾക്ക് തരും? നിങ്ങൾക്ക് സ്വന്തമായവ. 23-ാമത്തെ ചോദ്യം, ഒരു ഭൃത്യന് ആരെ സേവിക്കുവാൻ സാധിക്കുകയില്ല? 2 യജമാനന്മാരെ. 24-ാമത്തെ ചോദ്യം, ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദോഷിക്കുകയും മറ്റവനെ എന്തു ചെയ്യും? സ്നേഹിക്കുകയും ചെയ്യും. 25-ാമത്തെ ചോദ്യം, ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ എന്തു ചെയ്യും? നിന്ദിക്കുകയും ചെയ്യും. 26-ാമത്തെ ചോദ്യം, ദൈവത്തെയും എന്തിനേയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, ധനത്തെയും. 27-ാമത്തെ ചോദ്യം,
16-14 വാക്യമനുസരിച്ച് ആരാണ് യേശുവിനെ പുച്ഛിച്ചത്? പണക്കൊതിയരായ പരിസേയർ. 28 ചോദ്യം, ആരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാണ് യേശു പണക്കൊതിയരായ പരിസേയരോട് പറഞ്ഞത്? മനുഷ്യരുടെ മുമ്പിൽ. 29 ചോദ്യം, ആര് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു എന്നാണ് യേശു പണക്കൊതിയരായ പരിസേയരോട് പറഞ്ഞത്? ദൈവം. 30 ചോദ്യം, മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ എന്താണ് എന്നാണ് യേശു പണക്കൊതിയരായ പരിസേയരോട് പറഞ്ഞത്? നികൃഷ്ടം. 31 ചോദ്യം, നിയമവും പ്രവാചകന്മാരും ആരുവരെയായിരുന്നു? യോഹന്നാൻ വരെ. 32 ചോദ്യം, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം എന്ത് പ്രസംഗിക്കപ്പെടുന്നു? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. 33 ചോദ്യം, എന്ത് അസാധു ആകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്? നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധു ആകുന്നതിനേക്കാൾ. 34 ചോദ്യം, നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധു ആകുന്നതിനേക്കാൾ എളുപ്പം എന്ത് അപ്രത്യക്ഷമാകുന്നതാണ്? ആകാശവും ഭൂമിയും. 35 ചോദ്യം, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ എന്തു ചെയ്യുന്നു? വ്യഭിചാരം. 36 ചോദ്യം, ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവൻ എന്തു ചെയ്യുന്നു? വ്യഭിചാരം. 37 ചോദ്യം, ധനവാനും ലാസറും ഉപമയിലെ ധനവാൻ എന്താണ് ധരിച്ചിരുന്നത്? ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും. 38 ചോദ്യം, ധനവാനും ലാസറും ഉപമയിലെ ധനവാൻ എന്നും എങ്ങനെ ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു? സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. 39 ചോദ്യം, ലാസർ എന്ന ദരിദ്രൻ എവിടെയാണ് കിടന്നിരുന്നത്? ധനവാന്റെ പടിവാതിൽക്കൽ. 40 ചോദ്യം, ലാസർ എന്ന ദരിദ്രന്റെ ശരീരം എന്തുകൊണ്ട് നിറഞ്ഞിരുന്നു? വ്രണങ്ങൾ കൊണ്ട്. 41 ചോദ്യം, ലാസർ എന്തുകൊണ്ട് വിശപ്പടക്കാനാണ് ആഗ്രഹിച്ചത്? ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട്. 42 ചോദ്യം, ലാസറിൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നത് ആര്? നായ്ക്കൾ. 43 ചോദ്യം, ലാസർ മരിച്ചപ്പോൾ എങ്ങോട്ടാണ് സംവഹിച്ചത്? അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്. 44 ചോദ്യം, ലാസർ മരിച്ചപ്പോൾ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചത് ആര്? ദൈവദൂതന്മാർ. 45 ചോദ്യം, ധനവാൻ മരിച്ച് അടക്കപ്പെട്ട് എവിടെ പീഡിപ്പിക്കപ്പെടുമ്പോഴാണ് കണ്ണുകൾ ഉയർത്തി നോക്കിയത്? നരകത്തിൽ. 46 ചോദ്യം, ധനവാൻ മരിച്ച് അടക്കപ്പെട്ട് നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ദൂരെ ആരെയാണ് കണ്ടത്? അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും. 47 ചോദ്യം, നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആരോടാണ് ധനികൻ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞത്? അബ്രാഹത്തോട്. 48 ചോദ്യം, അബ്രാഹത്തെ ധനികൻ എങ്ങനെയാണ് സംബോധന ചെയ്തത്? പിതാവായ അബ്രാഹമേ. 49 ചോദ്യം, എന്തിനു വേണ്ടി ലാസറിനെ ധനികൻ്റെ അടുത്തേക്ക് അയക്കണമേ എന്നാണ് ധനികൻ അബ്രാഹത്തോട് പറഞ്ഞത്? തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി. 50 ചോദ്യം, എവിടെ കിടന്ന് യാതന അനുഭവിക്കുന്നു എന്നാണ് ധനികൻ അബ്രാഹത്തോട് പറഞ്ഞത്? അഗ്നിജ്വാലയിൽ കിടന്ന്. 51 ചോദ്യം, അബ്രാഹം ധനവാനോട് നിനക്ക് ജീവിതകാലത്ത് എന്ത് ലഭിച്ചിരുന്നു എന്ന് ഓർമ്മിക്കുക എന്നാണ് പറഞ്ഞത്? എല്ലാ സുഖസൗകര്യങ്ങളും. 52 ചോദ്യം, അബ്രാഹം ധനവാനോട് ലാസറിന് ജീവിതകാലത്ത് എന്ത് ലഭിച്ചിരുന്നു എന്ന് ഓർമ്മിക്കുക എന്നാണ് പറഞ്ഞത്? കഷ്ടതകൾ. 53 ചോദ്യം, അബ്രാഹം ധനവാനോട് ലാസർ ഇപ്പോൾ ഇവിടെ എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? ആനന്ദിക്കുകയും ചെയ്യുന്നു. 54 ചോദ്യം, അബ്രാഹം ധനവാനോട് ഇപ്പോൾ ഇവിടെ എന്ത് നീ അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്? വേദന. 55 ചോദ്യം, അബ്രാഹം ധനവാനോട് ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ എന്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്?
വലിയ ഗർത്തം. 56-ാമത്തെ ചോദ്യം. ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എന്ത് സാധിക്കുകയില്ല എന്നാണ് അബ്രാഹാം ധനവാനോട് പറഞ്ഞത്? ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുകയില്ല. 57-ാമത്തെ ചോദ്യം. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുകയില്ല എന്ന് അബ്രാഹാം പറഞ്ഞപ്പോൾ ലാസറിനെ എങ്ങോട്ടയക്കണമേ എന്നാണ് ധനവാൻ അപേക്ഷിച്ചത്? ധനവാന്റെ പിതൃഭവനത്തിലേക്ക്. 58-ാമത്തെ ചോദ്യം. ധനവാന് എത്ര സഹോദരന്മാരുണ്ട്? 5. 59-ാമത്തെ ചോദ്യം. ധനവാന്റെ സഹോദരന്മാർക്ക് ആര് സാക്ഷ്യം നൽകട്ടെ എന്നാണ് ധനവാൻ പറഞ്ഞത്? ലാസർ. 60-ാമത്തെ ചോദ്യം. ധനവാന്റെ സഹോദരന്മാർക്ക് ലാസർ എന്തിനു വേണ്ടി സാക്ഷ്യം നൽകട്ടെ എന്നാണ് ധനവാൻ പറഞ്ഞത്? അവർ പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിനു വേണ്ടി. 61-ാമത്തെ ചോദ്യം. ധനവാന്റെ സഹോദരന്മാർക്ക് ആരുണ്ടല്ലോ എന്നാണ് അബ്രാഹാം പറഞ്ഞത്? മോശയും പ്രവാചകന്മാരും. 62-ാമത്തെ ചോദ്യം. മോശയുടെയും പ്രവാചകന്മാരുടെയും എന്ത് ധനവാന്റെ സഹോദരന്മാർ കേൾക്കട്ടെ എന്നാണ് അബ്രാഹാം പറഞ്ഞത്? അവരുടെ വാക്ക്. 63-ാമത്തെ ചോദ്യം. ആര് ചെന്നു പറഞ്ഞാൽ തൻ്റെ സഹോദരന്മാർ അനുതപിക്കും എന്നാണ് ധനവാൻ അബ്രാഹത്തോട് പറഞ്ഞത്? മരിച്ചവരിൽ ഒരുവൻ. 64-ാമത്തെ ചോദ്യം. മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ എന്ത് അവർക്ക് ബോധ്യമാവുകയില്ല എന്നാണ് അബ്രാഹാം ധനവാനോട് പറഞ്ഞത്? മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.